നടത്തുന്നതിന്റെ കാര്യം ഇവിടെ എന്നും കത്തിക്കുത്തും പ്രാർത്ഥിക്കും നോക്കാം. ഡെയിലി ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മളെല്ലാവരും ഒരേ ഇതാണ്. എല്ലാവരും ബ്ലഡും ഒരേ ബ്ലഡാണ്. അത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് A+B+B പോസിറ്റീവ് O പോസിറ്റീവ് O നെഗറ്റീവ്. നമ്മൾ ഇപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ഒരു 45 വയസ്സ് പ്രായമുള്ള ഒരാളെ കുത്തിക്കൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 35 വയസ്സ് പ്രായം, ഒരു 25 വയസ്സ് പ്രായമുള്ള ആള്, അയാളുടെ മകന് 8 വയസ്സ് പ്രായം, അങ്ങനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ അയാളുടെ മകൻ ഒരു 20 വയസ്സാവുമ്പോൾ ആ കുട്ടി ഞാനാണ് കുത്തിക്കൊന്ന ആളെന്ന് വേറെ ആൾക്ക് പിന്തിപ്പിക്കേണ്ടത്. നീ അവനെ കുത്തിക്കോ, പിന്നീട് ഞാനുണ്ടാവും. അവനെ കുത്തും, അയാൾ മരിക്കും. അപ്പൊ ഈ എന്റെ മകൻ ചെയ്യും, അവനെ കുത്തും. അപ്പൊ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. ഇതിനൊരു അവസാനമില്ല. ഇതൊക്കെ നിൽക്കണമെങ്കിൽ ഇവിടുത്തെ വർഗീയ സംഘടനകളെല്ലാം എടുത്ത് കളയണം ഇന്ത്യ അവിടെ നിന്ന്. അപ്പൊ അത് അവസാനം. സെക്കൻഡ്, നമ്മള് ഹിന്ദുക്കളെ അമ്പലത്തിന് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മുസ്ലിംസിന്റെ പള്ളിയിൽ പോയി മറ്റുള്ളവർ ക്ഷണിക്കണം. അവര് ക്ഷണിക്കണം. അതുമാതിരി മുസ്ലിംസിന്റെ അവിടെ വല്ല പെരുന്നാളോ എന്തുണ്ടെങ്കിൽ ഇവരും ക്ഷണിക്കണം. എന്നാലും മതങ്ങൾ സൗഹാർദ്ദമുള്ളൂ. മതങ്ങൾക്കും സൗഹാർദ്ദം, ജനസൗഹാർദ്ദം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇത് ചാലഞ്ചിങ് ആണ്. ക്രിസ്ത്യൻസ് ആയാലും ഇവരെടുക്കണം. അങ്ങനെ പാടില്ല. എല്ലാവരും ഒന്നാവും. യഥാർത്ഥ മതവിശ്വാസികൾ ഒരിക്കലും അക്രമശക്തരല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുക. മുസ്ലിംസ് ആണെങ്കിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. എത്രയോ യഥാർത്ഥ മതവിശ്വാസികൾ ഒരിക്കലും അക്രമശക്തരല്ല. ആരുകളൊക്കെ അവർ ഓരോരുത്തർ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇവിടെ കുത്തിക്കൊള്ളുന്നത്. നമ്മളെ കുട്ടികൾ സ്കൂളുകളിൽ പോകുമ്പോൾ ആ കുട്ടികൾക്ക് പേടിക്കണം. അവരെല്ലാം TV, മാധ്യമങ്ങൾ, പത്രങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഈ കുത്തിക്കൊല ചോര കണ്ടാണ് അവർ വളരുന്നത്. നമ്മളുടെ സ്വന്തം മക്കളാണ് ബലിയാടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഡെയിലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു മോർണിംഗ് ഇരുന്ന് ഏർലി മോർണിംഗ് 5 o'clock ഇരുന്ന് പ്രാർത്ഥിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ അവർ ഓടും പ്രാർത്ഥിക്കുക. മുസ്ലിംസ് ആണെങ്കിൽ ദിക്ർ ചെയ്യുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ എന്താ എല്ലാവരും ചെല്ലിയ ഒരു കുഴപ്പമില്ല ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും കിടക്കുന്നതിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് കിടക്കാം. നാളത്തെ നമ്മുടെ നാളെ എന്താവും. അതുകൊണ്ട് നമ്മളിതിന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജീവിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ താഴ്മ ആദ്യമായി ആൽബത്തിലും സിനിമയിലെല്ലാം പാടിയിട്ടുള്ള സതീഷ് നമ്പൂതിരി ഫസ്റ്റ് സോങ്, മലയാള സോങ്. സതീഷ് നമ്പൂതിരി. अस्सलामुअलैकुम, नमस्कार, वणक्कम एंड वार्म वेलकम। और कहने के दोस्तों, सबसे पहले मैं आप तमाम दोस्तों को गुजारिश ये होगा कि जिस तरह से जो मलयालम में बात कर रहे थे, थोड़ा लोगों को समझ में आया होगा, थोड़ा नहीं आया होगा, लेकिन जो भी हो, जिस तरह से कि हमारे मेयर साहब ने कहा और जो